ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് പറയാണ്, രേവതിയുടെ അഹങ്കാരം കൂടുന്നുണ്ട്, അതുകൊണ്ട് അവളുടെ അഹങ്കാരം അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ ശ്രുതി. അതുകൊണ്ട് തന്നെ നീ നിന്റെ ഇളയച്ചനോട് പറ, നിന്റെ അച്ഛൻ 1 കിലോ സ്വർണ്ണമായിട്ട് ഇങ്ങോട്ട് വരട്ടെ, അവളുടെ അഹങ്കാരങ്ങൾ മുഴുവനും തീർത്തു കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, നീ ഇളയച്ചനോട് പറയുമല്ലോ. ആ ഞാൻ പറയാം ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും അത് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അവർ രണ്ടൊരു ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, എങ്ങനെയൊക്കെ തിരിഞ്ഞാലും ഈ സ്ത്രീയാണെങ്കിൽ എന്നെ വിട്ട് പോകുന്ന പ്രശ്നമില്ലല്ലോ. ഏത് സമയം സ്വർണം പണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ നടക്കുകയാണല്ലോ. ഇനി ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആകെ വെപ്രാളപ്പെടുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ ആങ്ങളെയായ ശരത്തിനെയാണ്. അപ്പം ശരത്തും കുറേ ഗുണ്ടകളും, അതായത് പലിശക്കാരൻ ആന്റണിയും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സച്ചി കാറ് പാർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശരത്താണെങ്കിൽ അതെ ആന്റണിയേട്ടൻ ഞാൻ ഏതായാലും എപ്പം അങ്ങോട്ട് വരുന്നില്ല. അതെന്താടാ? അല്ല, സച്ചിയേട്ടൻ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ടാക്സി ഓടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ചേച്ചിയും ഈ കാര്യങ്ങളൊക്കെ അറിയും. നിനക്കെന്താ പേടിയാണോ? അതല്ല അനേട്ട, പേടിയൊന്നുമില്ല. അനേട്ട ചെല്ല്, ഞാൻ പറയുന്നത് ഇപ്പം ഒന്ന് കേൾക്കും. ശരി, ഞാൻ ഏതായാലും പോവാന്ന് പറഞ്ഞുകൊണ്ട് ഈ ആന്റണി നേരെ ചെല്ലുക. അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. എടാ ആന്റണി വരുന്നുണ്ടല്ലോടാ, ദൈവം ഇതാകെ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ആന്റണി ഒരു ഗുണ്ടയെ പോലെ അങ്ങോട്ട് വന്നിട്ട്, എവിടെയാണ് എൻ്റെ പൈസ? നീയൊക്കെ പൈസ തരുന്നത് മുങ്ങി നടക്കുവാണോടാ? എന്നെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആന്റണിയേട്ടാ, അത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ട് അറിയേണ്ട എനിക്ക് ആവശ്യമില്ല, എല്ലാവരും പൈസ എടുക്കുക. അങ്ങനെ എല്ലാവരും പൈസ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരനാണെങ്കിൽ കൈ കൊടുക്കാനായിട്ട് പൈസ ഇല്ല. അപ്പോൾ വേറൊരു കൂട്ടാൻ പറഞ്ഞു, നിനക്ക് ആ പലിശപ്പണം മേടിച്ചെടുക്കാറുന്നില്ലേ? നിനക്ക് തന്നില്ല ചിട്ടി വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും. നീയും മേടിച്ചെടുക്കാത്തോണ്ടല്ലേ? എടാ, സച്ചിയുടെ ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹം. സച്ചിയെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ആ പൈസ വേണ്ടെന്ന് പറഞ്ഞടാ. നീ അനുഭവിച്ചോ. എവിടെടാ പൈസ? എവിടെടാ? അത് പിന്നെ ആന്റണി, ഇപ്പം എൻ്റെ പൈസ ഇല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പൈസ തരാം. നീ കുറേ നാളായാലോട് ഇങ്ങനെയായിരുന്നു പറയുന്നത്. അന്നേ ശരത്ത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിട്ടത്. ഇപ്പോൾ നീ വീണ്ടും തുടങ്ങിയോടാ. ഇല്ല, അതല്ല ആന്റണി, സത്യമായിട്ടും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് പൈസ തന്നോളാം. തന്നോളാം, അല്ലെങ്കിലേ ശരിയാക്കി ഞാൻ എന്നും പറഞ്ഞ് ആന്റണി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഞാനങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് അറിയില്ലടാ. ആ ചിട്ടി പൈസ നിനക്ക് എടുത്താൽ പോരായിരുന്നില്ലേ? നീ അത് സച്ചിക്ക് കൊണ്ടേ കൊടുത്തിട്ടില്ലേ? ഇല്ലടാ, സച്ചിയുടെ സങ്കടം കണ്ടില്ലായിരുന്നോ? അപ്പോൾ അവനെ എങ്ങനെയാണ് ഞാൻ ഒഴിവാക്കി വിടുന്നത്? അതുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും മുഖേന പൈസ ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവനങ്ങ് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ അടുക്കളയിൽ പൂര ജോലിയാ. ആ ജോലിയെല്ലാം ചെയ്തിങ്ങനെ മടുക്കുമ്പോൾ ദേ വരുന്നു ചന്ദ്ര. അപ്പം ചന്ദ്ര പറയുന്നതിന് ജോലിയൊന്നും കഴിഞ്ഞില്ലേ? നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര താമസം? ഇപ്പം ഉണ്ടാക്കി തരാമേ. ഇപ്പം ഉണ്ടാക്കി തരാമെന്നോ? എത്ര നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ജോലിക്കും ഇതൊക്കെ പോകേണ്ട ആവശ്യമുണ്ടല്ലോ. എന്നിട്ട് എന്താ നീ ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതൊക്കെ ഇടയപ്പോഴേക്കും അമ്മേ ഞാൻ റെഡിയാക്കാം. എല്ലാവരും കിടന്നുറങ്ങിയിട്ട് വേണം പെട്ടെന്ന് രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനായിട്ട്. നീ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്ക്. അപ്പം അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് തിടുക്കപ്പെട്ടിങ്ങനെ ഇരിക്കുക. എനിക്ക് മനസ്സിലായി, നിനക്കേ അഹങ്കാരം ഇപ്പം ഭയങ്കരമായിട്ടും കൂടിയിരിക്കുക. കാരണം ഒരു ചെറിയൊരു താലിമാല മേടിച്ചതിൻ്റെ ഇത് നീ എൻ്റെ മുന്നിൽ ഒരു പ്രതിജ്ഞ എടുത്തായിരുന്നല്ലോ. ആ പ്രതിജ്ഞ വിജയിച്ചത് കാണിച്ചിട്ടല്ലേടി നീ പോയി അമ്പലത്തിൽ പോയി അവനെ കൊണ്ട് താലി കെട്ടിപ്പിച്ചത്. അമ്മേ, എൻ്റെ വാശിയും വൈരാഗ്യമൊന്നുമല്ല. എനിക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയി എൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്തു. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെയല്ല. എനിക്കറിയാടി നീ എന്താണ് നിന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. നീ ഇപ്പോൾ സച്ചിയെ വെറും കളിപ്പാവയാക്കിയിരിക്കുകയല്ലേ. അപ്പം ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും. നിന്റെ കയ്യിലാണല്ലോ അവൻ്റെ ചരട്. ആ ചരട് പിടിച്ചുള്ള തുള്ളിക്കളിയാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ദിശ മാറും മോളെ. ദിശ മാറി പട്ടം പറക്കാനായിട്ട് തുടങ്ങും. അപ്പം നീ ശരിക്കും പഠിക്കും മോളെ. നീ കണ്ടോ രേവതി? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി നല്ല തക്ക മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ പട്ടം ദിശ മാറി പറന്നോട്ടമ്മേ. അങ്ങനെ പാറി പറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് തേടി കണ്ടുപിടിച്ചോളാന്നേ. അതിന് അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ? എന്നിട്ട് നിന്റെ അഹങ്കാരം മാറിയിട്ടില്ലല്ലോ രേവതി. എങ്കിലാവുന്ന കാണുമല്ലോ.
എപ്പോഴും നിന്റെ പക്ഷത്ത് തന്നെ സച്ചി നിൽക്കുമെന്നുള്ളൊരു തോന്നല് നിനക്കത് വേണ്ട രേവതി. അവന്റെ സ്വഭാവം ഏത് സമയത്തും ഏത് ദിവസവും മാറാം. അതുകൊണ്ട് നീ സൂക്ഷിച്ചിരുന്നോ. ഇപ്പം നിന്റെ മനസ്സിൽ മുഴുവനും സന്തോഷവും ആഹ്ലാദവും ഒക്കെയാണെന്നറിയാം. പക്ഷേ അതെല്ലാം മാറി മറിയാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറഞ്ഞപ്പോഴും ശരി ഞാനത് സഹിച്ചോളാം. അമ്മ ഒന്ന് പോയി തരാമോ? എനിക്ക് ഇവിടുത്തെ ജോലികൾ പെട്ടെന്ന് തീർക്കാനുണ്ട്. നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വേണ്ടേ? എങ്കിൽ പിന്നെ നിങ്ങളൊന്ന് പോയിത്താ. അപ്പം ഇത് കേട്ട നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ നേരെ ഹാളിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ രവിയാണെങ്കിൽ എന്തൊക്കെയോ കണക്ക് എഴുതുകയാണ്. ശ്രുതിയാണെങ്കിൽ എന്തൊക്കെയോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ദേ വരുന്നു വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും സച്ചിയും എല്ലാവരും കൂടി വരിക. അപ്പം സച്ചി വന്നു കഴിഞ്ഞ് അച്ഛാ ഇത് കണ്ടോ അച്ഛാ, ഞങ്ങളുടെ ഫോട്ടോ നോക്കി അച്ഛാ, ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. ആഹാ കൊള്ളാലോടാ, നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ദേ സിനിമാ നടനും നടിയും പോലെ നിൽക്കുന്നത് പോലെ തന്നെയുണ്ട്. ആണോ അച്ഛാ? അത്രയ്ക്കും സൂപ്പറായിട്ടുണ്ടോ? പിന്നെ അല്ലാതെ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് എവിടെ സച്ചിയുടെ നോക്കട്ടെ, ഞാൻ ആ ഫോട്ടോ നോക്കട്ടെ. അങ്ങനെ ശ്രീകാന്ത് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ സച്ചിയേട്ടാ, നല്ല രസമുണ്ട്. അമ്മേ ഇതൊന്ന് നോക്കി അമ്മേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക. പിന്നെ ഇതൊക്കെ ആർക്ക് കാണണം? എനിക്കൊന്നും കണ്ട, ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോ. അപ്പം രേവതിയും വരിക. അപ്പം രേവതി ഇങ്ങനെ എന്താണെന്ന് ആലോചിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയും ആ ഫോട്ടോ കാണുകയാണ്. അയ്യേ ഇതാണോ ഫോട്ടോ? ഇതിന് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഇത് കേട്ട സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. സച്ചി അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചെടുത്ത് നീ പോടാ, നിനക്കൊന്നും ഈ ഫോട്ടോ ഇഷ്ടപ്പെടില്ല. ദേ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസാണ്. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ രേവതി നോക്കിയ രേവതി ദേ നമ്മുടെ കല്യാണ ഫോട്ടോ. അപ്പോൾ രേവതിക്ക് ആ കല്യാണ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായി. രേവതി അത് കണ്ണ് നിറച്ച് ഇങ്ങനെ കാണുകയാ. അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ, ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, ഇപ്പം ആദ്യമായിട്ടല്ലേ എടുത്തത്. അപ്പോൾ ആ കല്യാണ ഫോട്ടോ ഒരു ഫ്രെയിം ആക്കിയിട്ട് ഈ ഹാൾ അങ്ങോട്ട് തൂക്കിയാലോ അച്ഛാ? അത് നല്ലൊരു കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കാലി വന്നിട്ട് ഹാളിൽ തൂക്കാനോ? നിനക്കൊന്നും വേറെ പണിയില്ലേ? ഹാളിൽ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ചന്ദ്രേ, അതിനെന്താ കുഴപ്പം? ഇത് കണ്ടാച്ചാ അമ്മ ഹാളിൽ തൂക്കണ്ടെന്ന് പറയുന്നത്. ഹാളിൽ തൂക്കിയിട്ട് ഇതെന്തിനാണ് ഈ ഭിത്തിയൊക്കെ വെറുതെ അലമ്പാക്കുന്നത്? ഓഹോ, അപ്പം നിങ്ങൾക്ക് ഈ ഓട്ടക്കാരൻ്റെയും പാർലട്ടത്തിയുടെയൊക്കെ ഫോട്ടോ നിങ്ങൾക്ക് ഭിത്തി തൂക്കാം. അപ്പം നിങ്ങളുടെ ഭിത്തി മോശമാവില്ലല്ലേ? ഞങ്ങളുടെ ഫോട്ടോ മാത്രം തൂക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഓടിപ്പോയുന്നവരുടെയും പണം കട്ടുകൊണ്ട് പോകുന്നവരുടെയൊക്കെ ഫോട്ടോ തൂക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോശമാവില്ല. പക്ഷെ ഞങ്ങളുടെ ഫോട്ടോ തൂക്കിയിട്ടുണ്ടെങ്കിൽ മോശമാകും. അച്ഛാ ദേ പറ അച്ഛാ, ഞങ്ങളുടെ ഫോട്ടോ തൂക്കി എന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? ചന്ദ്രേ നീ മിണ്ടാതിരിക്കും ചന്ദ്രേ. നീ തൂക്ക് മോനെ സച്ചി, നിനക്ക് ഇഷ്ടമുള്ള സൈസ് തൂക്ക്. ഞാൻ ആദ്യം വിചാരിച്ചത് കുഞ്ഞൊരു ഫോട്ടോ തൂക്കാമെന്നാണ്. പക്ഷേ ഇനി അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഏതായാലും വലിയ ഫ്രെയിമുള്ള ഫോട്ടോ തന്നെ നാളെ ഇവിടെ എത്തിയിരിക്കും എന്നും പറഞ്ഞ് ചന്ദ്രയുടെ മുന്നിൽ വെല്ലുവിളിക്കുകയാണ് സച്ചി. അപ്പോൾ രവിയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുകയും ചെയ്യണം. നിനക്ക് ഇഷ്ടമുള്ള സൈസിലെ ഫോട്ടോ ഇവിടെ കൊണ്ട് തൂക്കിയോ, ആരും ചോദിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ചന്ദ്രയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ കാലിയും വന്നൊരു വല്ലാത്തൊരവസ്ഥ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണെങ്കിൽ കിടക്കാനുള്ള റൂമെല്ലാം റെഡിയാക്കുക. ബെഡ്ഷീറ്റെല്ലാം വിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു സച്ചി. അപ്പം സച്ചി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല. ഇതെന്താ രേവതി ഇവിടെ പൂവൊന്നുമില്ലല്ലോ? പൂവ് കുറേ പൂവൊക്കെ മാല കെട്ടി കഴിഞ്ഞല്ലോ. പിന്നെ ബാക്കിയുണ്ടായ കുറച്ച് പൂവെല്ലാം ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു, നാളെ പൂ കെട്ടാലോ. അതല്ല രേവതി, നമ്മുടെ കല്യാണം കഴിഞ്ഞത് ആ ദിവസമല്ല. നീ ഇതൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്ന രേവതി. ഞാൻ വിചാരിച്ചത് നീ ഇവിടെ എല്ലാം അലങ്കാരം ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്നാണ്. പക്ഷേ അതൊന്നും കണ്ടില്ലല്ലോ രേവതി. നീ എന്താ അതൊന്നും ചെയ്ത് വെക്കാതിരുന്നത്? അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ സച്ചിയേട്ടാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. എനിക്കറിയാം രേവതി, നിന്റെ മനസ്സിലും ഇത്തരത്തിലുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ കല്യാണം കഴിഞ്ഞാണ്, അതുകൊണ്ട് അലങ്കാരങ്ങളെല്ലാം ചെയ്യണം. അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ നല്ല സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ടിരിക്കുന്നത്. അല്ല രേവതി, ഒന്ന് പോ സച്ചിയേട്ടാ. എനിക്ക് മനസ്സിലായ രേവതി. അല്ല സച്ചിയേട്ടാ, നമ്മളുടെ കല്യാണം കഴിഞ്ഞത് ഇതാണോ ആദ്യമായിട്ട് ആചരിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ഈ ഒരു കല്യാണ ദിവസമാണ് നമുക്കിനി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കേണ്ടത്. അതെങ്ങനെ ശരിയാവും സച്ചിയേട്ടാ? നമ്മളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞല്ലേ? പക്ഷെ അത് നമ്മൾ തമ്മിൽ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചല്ലേ രേവതി? എന്നാലും കല്യാണം തന്നെയായിട്ടല്ലേ നടന്നത്. നമുക്ക് ഇഷ്ടമായില്ലെങ്കിലും പിന്നീട് ഇഷ്ടമായല്ലോ.
ആ അത് നീ പറഞ്ഞ ശരി തന്നെയാ. ഒന്ന് ആലോചിച്ച് നോക്ക് സച്ചിയേട്ടാ. ദേ ചിലവരൊക്കെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കും, പക്ഷേ പോകെ ഇഷ്ടമില്ലാതെ വരും. നമ്മളങ്ങനെയല്ലല്ലോ, ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചു, പക്ഷെ പോകെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയില്ലേ സച്ചിയേട്ടാ. ആ അത് നീ പറഞ്ഞ സത്യം തന്നെയാ. അപ്പോ രേവതി, നിനക്കെന്നെ ഇഷ്ടമാണല്ലേ? പിന്നെ എനിക്കിഷ്ടമാണല്ലോ. എൻ്റെ ഭർത്താവിനെ പറ്റി എനിക്ക് ഇഷ്ടപ്പെടണ്ടേ? അല്ല, ഞാനൊരു ഗുണ്ടയല്ലേ? അപ്പൊ പിന്നെ ഗുണ്ടകളെ പെണ്ണുങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലല്ലോ. ആ എൻ്റെ ഭർത്താവ് ഗുണ്ടയൊക്കെ തന്നെയാ, പക്ഷെ സ്നേഹമുള്ള ഗുണ്ടയാ. കാര്യങ്ങൾക്ക് മാത്രമേ ഗുണ്ടായിസം കാണിക്കാറുള്ളൂ. ആ ഗുണ്ടയെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് സച്ചിയേട്ടാ. ഓ അങ്ങനെയാണല്ലേ? എങ്കിൽ പിന്നെ ദേ ഈ ഗുണ്ട എങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ട് എടുത്തു പൊക്കുക. പൊക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ നിർത്ത് സച്ചിയേട്ടാ. അങ്ങനെ സച്ചി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും കാലിൽ കയറി ഒരു ചവിട്ട്. അയ്യോ രേവതിൻ്റെ കാല്. അയ്യോ സച്ചിയേട്ടാ, സോറി സച്ചിയേട്ടാ. എൻ്റെ ഡി നിനക്ക് എന്ത് വെയിറ്റാണ്? വെയിറ്റോ? എനിക്കോ? ഇനി വെയിറ്റാന്ന് പറയോ? അയ്യോ ഇല്ലായേ, എന്നെ വെറുതെ വിട്ടേരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ചേർന്നിരുന്ന് ഭയങ്കര ഒരു സന്തോഷവും കളിയും ചിരിയും വർത്തമാനൊക്കെയാ. പിന്നീട് കാണിക്കുക നമ്മുടെ വർഷയുടെ റൂമാ. അപ്പോൾ വർഷയുടെ റൂമിൽ ശ്രീകാന്തും വർഷയും കൂടി ഇരുന്ന് ഭയങ്കര ഗെയിം കളി. അപ്പോൾ ജോയിൻ ചെയ്താണ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ വർഷയാണെങ്കിൽ ശ്രീകാന്ത് നീ എന്താ കാണിക്കുന്നത്? അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ വർഷ നീ എന്താ കാണിക്കുന്നത്? നിന്നെ തോപ്പിച്ചിട്ടിൻ്റെ കാര്യം. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്തിനെ തോപ്പിക്കുകയാണ് വർഷ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആഹാ അടിപൊളി, ഞാൻ പറഞ്ഞില്ലേ നീ തോക്കുമെന്ന്, ഇപ്പം കണ്ടില്ലേ വർഷ ജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ശ്രീകാന്ത് തുള്ളിച്ചാടുകയാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയുടെ റൂമാണ്. അപ്പം ശ്രുതിയാണെങ്കിൽ നല്ല കൂർക്കം വലിച്ചുറങ്ങുകയും ചെയ്യാണ്. ശ്രുതിയാണെങ്കിൽ എന്തൊക്കെയോ കണക്കുകളൊക്കെ നോക്കുകയും ചെയ്യാണ്. ആ സമയത്ത് ശ്രുതി ഉറക്കത്തിൽ കിടന്നിട്ട് പുട്ട്, കടല, ദോശ, മസാല ദോശ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഓർഡർ എടുക്കൽ. ഇത് കണ്ട ശ്രുതിയാകെ ഞെട്ടിപ്പോവുകയാണ്. ഇതെന്താ സംഭവിച്ചത്? ദോശ പോരട്ടെ, മസാല ദോശയാണോ? എന്നാൽ മസാല ദോശ പോരട്ടെ, പുട്ട് പോരട്ടെ, കടല പോരട്ടെ, ഇഡ്ഡലി പോരട്ടെ, അങ്ങനെ ഓരോരോ വിഭവങ്ങളൊക്കെ പറയുക. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ദേ ശ്രുതി എണീക്ക് ശ്രുതിയാണെങ്കിൽ ഇപ്പം ചാടി എണിക്കുക. എന്താ ശ്രുതി, ഉറങ്ങാനും സമ്മതിക്കില്ലേ? നീ എന്തൊക്കെയാ ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറയുന്നത്? സ്വപ്നം കണ്ടതായിരിക്കും ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞത്. പക്ഷെ നീ ഒരു വെയിറ്ററിനെ പോലെയാണ് സംസാരിച്ചത്. എന്താ? അതെ, വെയിറ്ററിനെ പോലെ സംസാരിച്ചതെന്ന്. നീ എന്താ വെയിറ്ററിനെ പോലെ സംസാരിച്ചത്? എന്തൊക്കെയാ പറഞ്ഞത്? ദോശ, പുട്ട്, മസാല ദോശ, കടല, ഇഡ്ഡലി, അങ്ങനെ ഒരു ഹോട്ടലിലുള്ള എല്ലാ വിഭവങ്ങളും നീ ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞല്ലോ ശ്രുതി. അതെന്താ അങ്ങനെ? അയ്യോ അതെ, ഇന്ന് ഞാനൊരു ഹോട്ടലിൽ മസാല ദോശ കഴിക്കാനായിട്ട് കയറി. ആഗ്രഹം കൊണ്ടാ മസാല ദോശ കഴിക്കാനായിട്ട് കയറിയത്. പക്ഷേ നീ ഇല്ലല്ലോ. നീ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ ഇരുന്ന് മസാല ദോശ കഴിക്കാനായിട്ട് തോന്നിയില്ല ശ്രുതി. അതുകൊണ്ട് സങ്കടത്തോട് ഞാൻ ഇറങ്ങിപ്പോന്നു. അതുകൊണ്ടാ ഉറക്കത്തിൽ കിടന്ന് മസാല ദോശ എന്ന് പറഞ്ഞത്. പിന്നെ നീ മസാല ദോശ എന്ന് മാത്രമല്ല പറഞ്ഞത്, ആ ഹോട്ടലിലുള്ള സകല വിഭവങ്ങളും പറഞ്ഞു. അതെന്താ അങ്ങനെ പറയുന്നത് ഞാൻ ചോദിച്ചത്. എൻ്റെ ശ്രുതി, അത് പിന്നെ മസാല ദോശ കഴിക്കാൻ കയറിയെങ്കിലും അവിടെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. അതെല്ലാം പറഞ്ഞ് എൻ്റെ മനസ്സിൽ ബൈഹാർട്ടോ അല്ല അവിടുത്തെ വെയിറ്റർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് കേട്ടേ. അപ്പം അതെല്ലാം എൻ്റെ മനസ്സിൽ ബൈഹാർട്ടായതാണ് എൻ്റെ ശ്രുതി. ഇതൊക്കെ കേട്ട് ശ്രുതിയാണെങ്കിൽ കണ്ണും മിടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദൈവമേ, ഇവളെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസമായില്ലെന്നാ തോന്നുന്നത്. എൻ്റെ ദൈവമേ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒറ്റ ചിരി. എന്താ ശ്രുതി, നീ എന്തിങ്ങനെ ചിരിക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ ദൈവമേ, ശ്രുതി എന്തൊരു മണ്ടനാണെന്ന്. കാരണം ഓരോ ആണുങ്ങളുടെ സ്വപ്നത്തിലേക്കും പെണ്ണുങ്ങളാണ് കടന്നു ചെല്ലുന്നത്. ഇപ്പോൾ ശ്രുതിയുടെ സ്വപ്നത്തിലേക്ക് മസാല ദോശയും വടയും ഇഡ്ഡലിയൊക്കെയാണല്ലോ കയറി വരുന്നതെന്ന് ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാണേ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പാതി അങ്ങോട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. അയ്യോ ദൈവമേ, ഇവളൊരു മരം മണ്ടിയായത് കൊണ്ട് ഇപ്പം ഞാൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.